നമസ്കാരം. ഔട്ട് ഓഫ് ഫോക്കസിലേക്ക് സ്വാഗതം. CPM-ന് ഇത് കൊടിപൂക്കുന്ന കാലമാണ്, അഥവാ സമ്മേളനങ്ങളുടെ കാലമാണ്. പക്ഷേ ഈ കാലത്ത് സാധാരണ ഉണ്ടാകാത്ത ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. അസാധാരണമായ നടപടി എന്നാണ് എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു ഏരിയ കമ്മിറ്റിയെ അപ്പാടെ പിരിച്ചുവിട്ടിരിക്കുന്നു. അവിടെ ഇത്തവണ ഏരിയ സമ്മേളനം നടക്കില്ല. സമ്മേളനത്തിന് ശേഷം, സംസ്ഥാന സമ്മേളനത്തിന് ശേഷം മാത്രമേ ഏരിയ സമ്മേളനം നടത്താൻ കഴിയൂ എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സമ്മേളനത്തിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള വിഭാഗീയത അവിടെ പ്രത്യക്ഷത്തിൽ ഉണ്ടായിരിക്കുകയാണ്. പ്രകടനം നയിക്കുകയാണ് ലോക്കൽ സെക്രട്ടറിമാർക്കെതിരെ അവിടെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട്. സംസ്ഥാന സെക്രട്ടറി തന്നെ ഇന്ന് അവിടെ എത്തിച്ചേരുകയും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ പങ്കെടുത്തപ്പോഴും അപ്പോഴും ചേരിതിരിഞ്ഞ് അംഗങ്ങൾ പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ ഈ കമ്മിറ്റി തന്നെ പിരിച്ചുവിടാതെ നിർവാഹമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. CPM-ൽ സാധാരണ വ്യക്തികൾക്കെതിരെയോ കമ്മിറ്റികൾക്കെതിരെയോ ഈ സമ്മേളന കാലയളവ് നടപടികളൊന്നും കാണാറില്ല. പക്ഷേ അങ്ങനെ ഒരു നടപടിയിലേക്ക് CPM-നെ നിർബന്ധിതരാക്കിയിരിക്കുകയാണ് ഈ കാലം. അതിൽ ഈ സമ്മേളന കാലയളവിൽ സംഘടനാ നടപടികൾ പാടില്ല എന്നുള്ളത് പാർട്ടി ഭരണഘടനയിലുള്ള കാര്യമല്ല, ഒരു പൊതുവെ സ്വീകരിച്ചു വരുന്നൊരു സമീപനമാണ്. പക്ഷേ അതിൽ എബറേഷൻസ് ഉണ്ടായിട്ടുണ്ട് പല സന്ദർഭങ്ങളിൽ. ഇപ്പോൾ VS പിണറായി പോര് കനക്കുന്ന കാലത്ത് സമ്മേളന കാലയളവിൽ നടപടികൾ ഉണ്ടാവുകയും അന്ന് VS കേന്ദ്ര കമ്മിറ്റിക്കും PPക്കൊക്കെ പരാതി കൊടുക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ PP ദിവ്യക്കെതിരായ സമ്മേളന നടപടികൾ ആരംഭിച്ചതിന് ശേഷമാണല്ലോ. കാരണം അത് അസാധാരണമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യത്തിൽ സമൂഹത്തിൽ ഇത്രയധികം ഒരു ബാഡ് ലൈറ്റ് നിൽക്കുന്ന ഒരാൾക്കെതിരെ സംഘടനാ നടപടി എടുത്തിട്ടില്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കും എന്ന് കണ്ടപ്പോൾ അവർ നടപടി എടുത്തിട്ടുണ്ട്. അപ്പം അതേപോലെ അസാധാരണമായ സംഭവങ്ങളാണ് കൊല്ലത്തുണ്ടായിട്ടുള്ളത്. അസാധാരണ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരവധി ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവെക്കേണ്ടി വരിക. CPM-ലൊന്നും അസാധാരണ റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറയാവുന്ന സംഭവങ്ങളാണ്. ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങൾ നിർത്തിവെക്കുന്നു, ഇടയ്ക്ക് വെച്ച് പിരിച്ചുവിടുന്നു. ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ റിപ്പോർട്ടിന് മറുപടി പറയാൻ സാധാരണ പങ്കെടുക്കുക ആരാണ്? ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ. പരമാവധി പോയാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളാണ് പങ്കെടുക്കുക. അവിടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ ആരാ പങ്കെടുക്കുന്നത്? സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള മറ്റേ പഴയ MP ഉണ്ടല്ലോ, സോമപ്രസാദും രാജേന്ദ്രനൊക്കെയാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ അവരെ പൂട്ടിയിട്ടു എന്നാണ് വാർത്ത. അതിന് പാർട്ടി വ്യാഖ്യാനം പൂട്ടിയിട്ടതല്ല, അകത്തുനിന്ന് പൂട്ടിയതാണ്, പുറമേ നിന്നുള്ള ആളുകൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി പൂട്ടിയതാണെന്നുള്ളതാണ് പാർട്ടി വ്യാഖ്യാനം. മാപ്രകൾ പറയുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പൂട്ടിയിട്ടു. അപ്പോൾ ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ വരേണ്ടി വരിക എന്നുള്ളത് അസാധാരണമായിട്ടുള്ള കാര്യമാണ്. ഈ ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നു, ഏരിയ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള CPM-ൻ്റെ പാർട്ടി രീതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഗതികളാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ നോഫൽ സൂചിപ്പിച്ച നടപടികളുണ്ടായിട്ടുള്ളത്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി തന്നെ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പകരം ഒരു അഡ്ഹോക്ക് സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലാ സമ്മേളനത്തിലേക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് പ്രതിനിധികളുണ്ടാവില്ല. അവിടെ മനസ്സിലാക്കണം, കൊല്ലത്ത് ഈ പറയുന്ന ജില്ലാ സമ്മേളനം ആദ്യം നടക്കേണ്ടത് കൊല്ലത്താണ്. കാരണം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഹോസ്റ്റ് ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ ആദ്യം സമ്മേളന നടപടികൾ, ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, ഏരിയ സമ്മേളനം ഇതെല്ലാം പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനം നടക്കേണ്ട സ്ഥലമാണ് കൊല്ലം. അതുകൂടെ മനസ്സിലാക്കണം. പാർട്ടി വളരെ ശക്തമായിട്ടുള്ള ജില്ലയാണ്. അവിടുത്തെ എനിക്ക് തോന്നുന്നു ഈ കരുനാഗപ്പള്ളിയും കുണ്ടറയും മാറ്റി നിർത്തിയാൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളും LDFൻ്റെ കയ്യിലാണ്. അത്രയും ശക്തിയുള്ള CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി ദുർഗമെന്നറിയപ്പെടുന്ന ജില്ലയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ടാവും. ഇന്നലെ അവിടെ ഒരു പ്രകടനം നടന്നല്ലോ. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു പ്രകടനം നടക്കുകയുണ്ടായി. ആ പ്രകടനത്തിൽ ഉയർത്തിയ പ്ലക്കാർഡുകളിൽ ഒന്നിൽ എഴുതിയിരിക്കുന്ന ഇതാണ്: P ഉണ്ണിക്ക് പകരം സലാം. ഇനീഷ്യലി പറഞ്ഞു P ഉണ്ണിക്ക് പകരം സലാം, സലാം സെക്രട്ടറി, ഗോവിന്ദച്ചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം. ഇത് CPM പ്രവർത്തകർ ഉയർത്തിയ പ്ലക്കാർഡാണ്. ഈ CPM പ്രവർത്തകർ അതിൽ ഏരിയ കമ്മിറ്റി അംഗമുണ്ട്, പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗമുണ്ട്, പിന്നെ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്, CITUവിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി വിരുദ്ധരോ അങ്ങനത്തെ ആളുകളൊന്നുമല്ല, സജീവ പാർട്ടി പ്രവർത്തനം സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അവർ ഒരു പ്ലക്കാർഡ് ഉയർത്തുകയാണ്: ഉണ്ണിക്ക് പകരം സലാം.
ഗോവിന്ദചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം. ഈ ഉണ്ണി എന്ന് പറയുന്നത് ഇതുവരെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. സലാം എന്ന് പറയുന്നത് ഇപ്പം ലോക്കൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരുന്ന ആളാണ്. അപ്പോൾ എന്താണ്, ഇതുവരെ സെക്രട്ടറി ആയിരുന്ന ആളാരാണ്? ഗോവിന്ദചാമി. ഇപ്പോൾ സെക്രട്ടറി ആയിരിക്കുന്ന ആൾ അമീറുൽ ഇസ്ലാം. അപ്പം അവരുടെ പ്രശ്നം എന്താണ്? ഗോവിന്ദചാമിയെ മതിയായിരുന്നു, അമീറുൽ ഇസ്ലാം നമുക്ക് വേണ്ട എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് വ്യാഖ്യാനിക്കാം. ഇതുവരെയുള്ള ഞങ്ങളുടെ സെക്രട്ടറി ഗോവിന്ദചാമിയായിരുന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നോക്കൂ, നേരത്തെ CPM വിഭാഗീയത വലിയ തോതിൽ കേരളത്തിലുണ്ടായിരുന്നു. ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഗോവിന്ദ മാഷ് ഉപയോഗിച്ചൊരു വാചകം ശ്രദ്ധിക്കണം. പ്രശ്നമുണ്ട്, വിഭാഗീയതയുണ്ട്, പക്ഷേ അത് വ്യാപകമായില്ല, സംസ്ഥാനത്ത് എല്ലായിടത്തും ഇല്ല, ചില പ്രദേശങ്ങളിലേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? മുമ്പ് കേരളത്തിലെ കുപ്രസിദ്ധമായ CPM വിഭാഗീയത എന്ന് പറയുന്ന VS പിണറായി പോരുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഒരു മാധ്യമപ്രവർത്തന ഓർമ്മയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. അത് കേരളം വ്യാപകമായുള്ളൊരു പ്രതിഭാസമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രതിഭാസം ഇന്നില്ല. അത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ആ പ്രതിഭാസത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് സംസ്ഥാന വ്യാപകമായിട്ട് അത് ഉണ്ടായിരുന്നു മാത്രമല്ല, സംസ്ഥാനത്ത് എല്ലായിടത്തും അതിനൊരേ പാറ്റേൺ ആയിരുന്നു. അതിനൊരു സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരമായൊരു മേമ്പൊടി അതിനുണ്ടായിരുന്നു. അത് സൈദ്ധാന്തികമാണോ പ്രത്യയശാസ്ത്രമാണെന്ന് വെച്ചാൽ വേറെ ചർച്ച. പക്ഷെ അന്ന് ചുരുങ്ങിയത് അങ്ങനെ ഒരു മേൽക്കുപ്പായമെങ്കിലും അതിനുണ്ടായിരുന്നു. അപ്പം അന്ന് VSൻ്റെ കൂടെ പിണറായിക്കെതിരെ VSന് വേണ്ടി കൊല്ലത്ത് പാർട്ടി പിടിക്കാൻ വേണ്ടി തേര് തെളിയിച്ച ആളുകൾ ഒരാളാണ് ഈ PR വസന്തൻ, അല്ലേ? PR വസന്തൻ വെച്ചാൽ പഴയ DYFIയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് ഈ പുതിയ പ്രശ്നത്തിലെയും കക്ഷി. PR വസന്തനും സൂസൻ കോടിയും തമ്മിലുള്ള പ്രശ്നമാണ്. അവർ തമ്മിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതാണ് സംഘടനാ പ്രശ്നമായിട്ട് വളരുന്നത്. അതിനിടയിൽ വേറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ പോലെ VS എന്താണ്, വലതുപക്ഷവൽക്കരണത്തിനെതിരെ, നാലാം ലോക സിദ്ധാന്തം, പിന്നെ എന്താണ്, എന്തൊരു ഫ്രാങ്കി ഉണ്ടായിരുന്നല്ലോ, റിച്ചാർഡ് ഫ്രാങ്കി, അമേരിക്കയിൽ നിന്ന് ഇവിടെ എന്താണ് വിഭവ ഭൂപടം തയ്യാറാക്കിയിട്ട് അതിലുള്ള വിവരങ്ങളൊക്കെ ചോർത്തിയെടുത്ത് അമേരിക്കയിൽ CAക്ക് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള പാഠം സുധീഷ് ഒരു ഭാഗത്ത്, MN വിജയമാഷ് വേറൊരു ഭാഗത്ത്, അങ്ങനെ ഒരു ഭയങ്കര പ്രത്യയശാസ്ത്ര ഹരം പിടിച്ചൊരു സമയമായിരുന്നത്. ആ കാലത്ത് ഇങ്ങനെയൊക്കെ പറയാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്താണ്, ഈ ഗോവിന്ദചാമിയാണോ വേണ്ടത്, സലാമാണോ വേണ്ടത്? കായൽ കയ്യേറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. കായൽ കയ്യേറ്റം റെഗുലറൈസ് ചെയ്ത് കൊടുക്കാത്ത, അവൻ്റെത് റെഗുലറൈസ് ചെയ്തു, എൻ്റെത് റെഗുലറൈസ് ചെയ്തില്ല, ഇതൊരു പ്രശ്നമാണ്. മണൽ മാഫിയ പ്രശ്നമുണ്ട്. സ്ത്രീ പീഡന കേസുകൾ, ഇപ്പോൾ ഈ പറഞ്ഞ ഗോവിന്ദചാമി അമീറുൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അങ്ങോട്ടാണ് ഉന്നെന്ന് മനസ്സിലായല്ലോ. അത് ഈ സ്ത്രീ പീഡന കേസുകളുമായി ബന്ധപ്പെട്ട സംഗതികളാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് എല്ലായിടത്തുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെ കൊഴിഞ്ഞാമ്പാറയിലൊരു സംഭവം ഉണ്ടായിരുന്നു, പാലക്കാട് ജില്ലയിൽ. അവിടെ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടക്കുകയാണ്. സമാന്തരമായിട്ട് ലോക്കൽ പ്രവർത്തക സമ്മേളനം CPMൻ്റെ നടക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആരാണെന്നറിയോ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, CPMൻ്റെ നോമിനിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അവരൊരു സമാന്തര ഓഫീസും തുറന്നിട്ടുണ്ട്. CPMൻ്റെ ഒരു സമാന്തര ലോക്കൽ കമ്മിറ്റി ഓഫീസ് അവർ തുറന്നു. അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അവിടുത്തെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു പറഞ്ഞതെന്ന് വെച്ചാൽ, ഓവുചാലിലെ പുഴുക്കളെക്കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല എന്നാണ്. ആരെക്കുറിച്ചാണ് പറയുന്നറിയോ? അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത പാർട്ടി പ്രവർത്തകർ കൺവെൻഷനെ കുറിച്ചാണ് ചോദിക്കുമ്പോൾ, ഓവുചാലിലെ പുഴുക്കളെക്കുറിച്ച് ഞാൻ സംസാരിക്കാനില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇത് ഗോവിന്ദ മാഷ് പറഞ്ഞ മാതിരി സംസ്ഥാന വ്യാപകമായി ഒരേ വിഷയത്തിൽ ഇങ്ങനെ വിഘടിച്ച് നിൽക്കുന്ന ആ ഒരു വിഭാഗീയതയല്ല, വിഷയം ഒന്ന് തന്നെയാണ്. പക്ഷേ ഓരോ സ്ഥലത്തെയും ഓരോരോ പ്രശ്നങ്ങളാണ്. ഒരിടത്ത് കായൽ കയ്യേറ്റമാണെങ്കിൽ വേറൊരിടത്ത് സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടാണ്, വേറൊരിടത്ത് മദ്യമാഫിയയുമായി ബന്ധപ്പെട്ടാണ്, വേറൊരിടത്ത് മണൽക്കടത്തുമായി ബന്ധപ്പെട്ട, ഇങ്ങനെയുള്ള അധികാരവുമായി ബന്ധപ്പെട്ട, പെണ്ണുകേസുമായി ബന്ധപ്പെട്ട, പങ്കുവെക്കലുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള തർക്കങ്ങൾ, പലതരത്തിലുള്ള പങ്കുവെക്കൽ തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പാർട്ടി വ്യാപകമായിട്ട് അഭിമുഖീകരിക്കുകയാണ്. അപ്പം അത് പിന്നെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്ന് ചോദിച്ചാൽ, തുടർച്ചയായി 5 വർഷം അധികാരത്തിൽ, 10 വർഷം 2 ടേമായിട്ട് അധികാരത്തിൽ നിൽക്കുകയാണ്. ഒരു അധികാരവർഗ പാർട്ടിയാണ് ഗോവിന്ദ മാഷിൻ്റെ ഭാഷയിൽ പറഞ്ഞത്. ഇതൊരു അധികാരവർഗ പാർട്ടിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അധികാരവർഗ പാർട്ടിയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ബൂർഷ്വാസിയുടെ മോശം സ്വഭാവങ്ങളൊക്കെ പാർട്ടി സഖാക്കളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പാർട്ടി തന്നെ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്.
കടന്നു വരുന്നത് തടയണമെന്ന് പാർട്ടി പ്ലീനം മുമ്പ് പാലക്കാട് ചേർന്നിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ തെറ്റുതിരുത്തൽ രേഖയുണ്ടാക്കിയിട്ടുണ്ട്. അതിനൊന്നും പ്രത്യേകിച്ച് കാര്യം ഉണ്ടായിട്ടില്ല. എന്തൊക്കെയാണോ പാർട്ടി പ്ലീനവും തെറ്റുതിരുത്തൽ രേഖയും കണ്ടെത്തിയത് അതെല്ലാം ആ കണ്ടെത്തിയതുപോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പലതരത്തിലുള്ള പൊട്ടലും ചീറ്റലും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കാണുന്നു. അത് പക്ഷേ അതിൻ്റെ ഒരു പരിധി വിട്ട് CPM പോലെയുള്ളൊരു സംഘടനയിൽ ഇപ്പോൾ കോൺഗ്രസ്സിലാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ വാർത്തയാവില്ല. ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്യില്ല. എന്തുകൊണ്ടാണ് CPM-ൽ ഇങ്ങനെ സംഭവിക്കുന്ന വലിയ വാർത്തയാണെന്ന് വെച്ചാൽ CPM-ൻ്റെ രീതി ഇങ്ങനെയല്ല. CPM എന്താണ്, ലെനിനിസ്റ്റ് സംഘടനാ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ്. അതിൻ്റേതായ അച്ചടക്ക രീതികളുണ്ട്, അതിൻ്റേതായ പ്രവർത്തന രീതികളുണ്ട്. പാർട്ടിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ, പുറത്ത് പറയേണ്ട കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. പക്ഷേ അത് ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വം രീതികളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലമായി ഇതിങ്ങനെ ലൂസായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ പൊന്നാനിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന പ്രകടനം ഓർമ്മയില്ലേ? നന്ദകുമാറിന് സീറ്റ് കൊടുത്തതിനെതിരെ. അത് ആർക്ക് വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു? വേറെ ഏതോ ഒരു ആൾക്കാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഏതോ ഓർമ്മയില്ല. നന്ദകുമാറിന് സീറ്റ് കൊടുത്തതിനെതിരെ 100 കണക്കിന് പാർട്ടി സഖാക്കൾ പ്രതിഷേധ പ്രകടനമായിട്ട് ഇറങ്ങുകയാണ്. കുറ്റ്യാടിയിൽ എന്താ സംഭവിച്ചത്? ആ സീറ്റ് ഘടകകക്ഷിയായിട്ടുള്ള മാണിക്ക് കൊടുത്തു. അത് പറ്റില്ല, ഞങ്ങൾ കുഞ്ഞമ്മട്ടി മാഷ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പാർട്ടി സഖാക്കൾ റോട്ടിലിറങ്ങി. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നതാണോ CPM-ൽ ഒരു കാര്യം തീരുമാനിച്ചാൽ ജനാധിപത്യ കേന്ദ്രീകരണം, അതാണ് അവരുടെ തത്വം. അത് പാർട്ടി കമ്മിറ്റി ഒരു കാര്യം, മേൽക്കമ്മിറ്റി ഒരു കാര്യം തീരുമാനിച്ചാൽ അതനുസരിച്ച് കീഴ് കമ്മിറ്റി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മലയാളം. അതിൽ വേറെ ചോദ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് ഒന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കാര്യങ്ങൾ നടക്കുകയാണ്. അത് ഒരു വിചിത്രമായ സാഹചര്യമാണ്. പക്ഷേ ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നല്ല മിടുക്കുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തൊരു പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ ഇത്തരം സംഘടനാ കാര്യങ്ങളായിരുന്നു. 2011 അദ്ദേഹം എറണാകുളം ജില്ലാ സെക്രട്ടറി ഉണ്ട്. 11 മുതൽ 13 വരെ. കണ്ണൂരിലെ ഗോവിന്ദ മാഷ് എങ്ങനെയാണ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആവുന്നത്? അന്ന് അവിടെ ഇതേമാതിരിയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ മേലെ നിന്ന് ഗവർണർ നിയമനം എന്നൊക്കെ പറയണ മാതിരി സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പാർട്ടി എറണാകുളം ജില്ലാ സെക്രട്ടറിയായിട്ട് നിയമിക്കുകയായിരുന്നു. അന്നത്തെ പ്രശ്നം ഓർമ്മയുണ്ടോ നൗഫലിന്? അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെൻറ്ററിൽ ഒളിക്യാമറ വെച്ചു. ഒളിക്യാമറയിൽ എന്തൊക്കെയോ ദൃശ്യങ്ങൾ പകർന്നു. ഗോപി കോട്ടമുറിക്കലായിരുന്നു സെക്രട്ടറി. പാർട്ടി ജില്ലാ ഓഫീസുമായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ പാർട്ടിയിൽ. അപ്പോൾ അങ്ങനെ അത് വലിയ പ്രശ്നമായപ്പം, വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ ആ ജില്ലക്കകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായപ്പോൾ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നു. അതിനു മുമ്പ് തൃശ്ശൂർ ജില്ലയിൽ EP ജയരാജൻ അതേ ദൗത്യവുമായി വന്നിട്ടുണ്ട്. EP ജയരാജൻ അവിടെ പാർട്ടിയുടെ ചുമതല ഏൽപ്പിക്കുന്നുണ്ട്. അതായത് വർഷം ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതുണ്ട് പാർട്ടി. പക്ഷേ ഞാൻ പറഞ്ഞതാണ്, ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം പുള്ളിയുടെ ഏരിയയാണിത്. ഇത് ഞങ്ങളുടെ ഏരിയ എന്ന് കേട്ടില്ല. അതേമാതിരി ഇത് ഗോവിന്ദ മാഷ് ഇത് എൻ്റെ ഏരിയയാണ്. ഇത്തരം സംഘടനാ പ്രശ്നങ്ങൾ നോക്കുക, അതിൽ പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുക, അതൊക്കെ ഗോവിന്ദ മാഷിൻ്റെ ഒരു കഴിവുള്ള ഏരിയയാണ്. മുമ്പ് അദ്ദേഹം ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് വെറുതെ വിടില്ല, ഞങ്ങൾ പരിഹരിക്കുന്നു. ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ സംഘടന ഏരിയ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഈ സമ്മേളനം കഴിഞ്ഞാൽ, സംസ്ഥാന സമ്മേളനവും മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസും കഴിഞ്ഞാൽ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ അന്വേഷണ കമ്മീഷനെ വെക്കുകയും ഈ വസന്തനും സൂസൻ കോടിക്കുമെതിരെ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അല്ലാതെ CPM-ന് പോകാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സിന് വിഭാഗീയത, അല്ലെങ്കിൽ അവർ വിഭാഗീയത എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുക. അവരെന്താ ഉപയോഗിക്കണ വാക്ക്? ഗ്രൂപ്പിസം. ഗ്രൂപ്പുകൾ ഉണ്ടാവുക എന്നുള്ള പാർട്ടിയുടെ കരുത്തായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. അതാണ് പാർട്ടിയുടെ ബലം. ഓരോ ഗ്രൂപ്പും മത്സരിച്ച് പണിയെടുക്കും, അങ്ങനെ അതിൻ്റെ ഫലം പാർട്ടിക്ക് കിട്ടും. അതാണ് അവരുടെ കോൺഗ്രസ് സംഘടനാ തത്വം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ രീതിയിൽ CPM-ന് പോകാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ CPM-ന് പരിഹരിക്കാനുള്ള സംഘടനാ രീതിയുണ്ട്. അത് വളരെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായാൽ പരിഹരിക്കാൻ ആവശ്യമായുള്ള സംഘടനയുടെ നിർണിതമായുള്ള മെക്കാനിസം ഉണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നം എന്താ പറയുക നോഫലെ, പഴയതുപോലെയല്ല. ഈ സംഘടനയുടെ നടപടിക്രമങ്ങൾ, മേൽക്കമ്മിറ്റി, കമ്മീഷൻ റിപ്പോർട്ട്, ഇതിനൊന്നും കാത്തു നിൽക്കാനൊന്നും അണികളെയും സഖാക്കളെയും കിട്ടുന്നില്ല. സോഷ്യൽ മീഡിയ അവിടെ ഉണ്ട്, മറ്റ് പല നിലക്കുള്ള പ്രതികരണങ്ങളുണ്ട്. അപ്പോൾ നടപടികൾക്ക് വിധേയമായ ആളുകൾ വേറെ എളുപ്പം BJP-യിലേക്ക് ചേക്കേറുന്നൊരു പ്രവണത
നമ്മൾ കാണണം. അത് പലയിടത്തും ഉണ്ട്. ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിട്ടുള്ള DYFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ജില്ലാ നേതൃസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾ കായംകുളത്ത് നിന്ന് അദ്ദേഹം എന്തിനു വേണ്ടി നടപടി സ്വീകരിച്ചെന്നറിയോ? അദ്ദേഹത്തിന് നടപടി എടുത്താണെന്നറിയോ? ഗാർഹിക പീഡനമാണ്, ഭാര്യ കൊടുത്ത പരാതിയാണ്, വീട്ടിൽ അലമ്പുണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെക്കെതിരെ സംഘടനാ നടപടി എടുത്തു. അങ്ങനെ എങ്ങനെയാണ് പോകുന്നത്? BJPയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ സാധിക്കുന്നത് വെച്ചാൽ മുമ്പ് അങ്ങനെ സംഭവിക്കില്ല. ഈവൻ CPIയിലേക്ക് പോകുന്നത് പോലും പ്രയാസമായിരുന്നു മുമ്പ്. ഇന്ന് വളരെ എളുപ്പം BJPയിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയിലേക്ക് എളുപ്പം പോകാവുന്ന തരത്തിലേക്ക് മനോഘടന മാറ്റപ്പെട്ടിട്ടുണ്ട് സഖാക്കളുടെ. ആ മാറ്റം അങ്ങനെ മാറ്റുന്നതിൽ ഏറ്റവും പ്രധാന പങ്കുവഹിച്ച് പാർട്ടി നേതൃത്വം തന്നെയാണ്. BJP പറയേണ്ട കാര്യങ്ങൾ അല്പം കൂടി സോഫിസ്റ്റിക്കേറ്റഡായ ഭാഷയിൽ പറയുന്ന ഒരു സംഘടനയായി കഴിഞ്ഞ കുറച്ച് കാലമായി CPM മാറിയിട്ടുണ്ട്. ഈ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയും ഇസ്ലാമോഫോബിക്കായിട്ടുള്ള സംഗതികൾ ഉപജീവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുകയും ചെയ്യുക എന്നുള്ളൊരു തന്ത്രമായി സ്വീകരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അച്ചടക്ക നടപടികൾക്ക് വിധേയമായ ആളുകൾക്ക് വളരെ എളുപ്പം മറുകണ്ഠം ചാടാവുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പഴയതുപോലെ ലെനിനിസ്റ്റ് സംഘടനാ തത്വപ്രകാരം ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ ആ നടപടിക്ക് വിധേയനായി അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി ഈ സഖാക്കളൊക്കെ കാത്തിരിക്കും എന്ന് പഴയതുപോലെ വിചാരിക്കാൻ പറ്റുന്ന സന്ദർഭമല്ല. ജിംസ്, ഇപ്പോൾ ഇത് കരുനാഗപ്പള്ളിയിൽ ഒതുങ്ങുന്നില്ലല്ലോ. ഇതിപ്പം ആലപ്പുഴയിൽ ഇഷ്യൂ ഉണ്ട്. അവിടെ ഇപ്പം സുധാകരനെ ഒരു ചെറിയ സമ്മേളനങ്ങളിൽ പോലും പങ്കെടുപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. ഒരാൾ രാജിവെച്ച് BJPയിലേക്ക് പോകുന്നു. കൊഴിഞ്ഞാമ്പാറയിൽ ഇഷ്യൂ ഉണ്ട്, തിരുവല്ലയിൽ ഇഷ്യൂ ഉണ്ട്. അങ്ങനെ ഗോവിന്ദമാഷ് പറയുന്നത് ഇത് ഒരിടത്ത് മാത്രമുള്ള ഒറ്റപ്പെട്ട സംഭവം എന്നുള്ളത്. ഒറ്റപ്പെട്ട സംഭവമാക്കി ഇതിനെ ചുരുക്കി കാണിക്കാൻ CPMന് കഴിയുമോ? ഈ CPMലെ വിഭാഗീയത എന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തൊരു കാലമുണ്ടല്ലോ, ആ കാലത്തെ അപേക്ഷിച്ച് ഈ പ്രശ്നങ്ങൾക്ക് വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെ CPMനകത്ത് അഭിപ്രായ ഭിന്നതയൊക്കെ ഉണ്ടാവുക എന്നുള്ളത് പ്രത്യയശാസ്ത്രപരമായിട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിനോടുള്ള സമീപനം, ദേശീയ ഭൂഷാസിയോടുള്ള സമീപനം, ഇതിൻ്റെയൊക്കെ പേരിലാണ് പാർട്ടി പിളർന്ന് CPM ഒക്കെ ആയത്. പിന്നീട് റിവിഷനിസത്തിനെതിരായിട്ടുള്ള കലാപം എന്നുള്ള പേരിൽ ആശയ ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് RSSനോടും ജനസംഘത്തോടും ചേർന്ന് പ്രവർത്തിച്ചതിൽ വിമർശനം ഒരു ജനറൽ സെക്രട്ടറി രാജിവെച്ച് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആശയ സമരങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കാണുന്ന ഈ വിഭാഗീയത എന്ന് പറയുന്നത് ഈ ഗ്ലോബലൈസേഷന് ശേഷം, സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു പാർട്ടി എങ്ങനെ പുതിയ കാലഘട്ടത്തെ അതിജീവിക്കുമെന്നുള്ള കാര്യത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ പ്രായോഗിക ലൈൻ സ്വീകരിക്കുന്ന ആളുകളും പഴയ ക്ലാസിക്കൽ ആശയവാദികളും തമ്മിലുള്ള സമരമാണ് നമ്മൾ ഈ വിഭാഗീയത എന്ന് പറഞ്ഞത്. ഈ 2000 മുതൽ നമ്മൾ 2015 വരെയെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രശ്നങ്ങൾ. അതിനും ഒരു ആശയ അടിത്തറ ഉണ്ടായിരുന്നു. ആശയ അടിത്തറ ഇല്ലെങ്കിൽ പോലും അതിന് ആശയ അടിത്തറ ഉള്ളതാക്കി തോന്നിപ്പിക്കാൻ കുറേയധികം ആളുകളുണ്ടായിരുന്നു. ഈ ക്ലാസിക്കൽ ആശയവാദ ആളുകളുടെ കൂടെ സിദ്ധാന്തം പറയാൻ വേണ്ടി കുറേ അധികം ആളുണ്ടായിരുന്നു. സിദ്ധാന്തങ്ങൾ മാഗസീനുകൾ നിറയെ എഴുതുന്ന, വായിക്കുന്നവർക്ക് തോന്നുന്നത് ശരിയാണല്ലോ, ഈ പോരാട്ടಕ್ಕೆ ആശയത്തിൻ്റെ പേരിലാണ്. അതെ. അപ്പോൾ ഇത് നമുക്ക് തന്നെ തോന്നും ഇതിപ്പോൾ VSും പിണറായി തമ്മിലുള്ള വ്യക്തി പ്രശ്നമൊന്നും അല്ല, ഇത് ഭയങ്കര സിദ്ധാന്ത പ്രശ്നമാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത് എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ആശയവാദിയായ VSും പ്രായോഗികവാദിയായ പിണറായി വിജയനും എന്നൊരു ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ അങ്ങനെ രണ്ട് ടീമായിട്ട് വേർതിരിഞ്ഞ് അപ്പോൾ ഏതടിയും ഏത് വ്യക്തിപരാഗിയും സൈദ്ധാന്തികമായി വ്യാഖ്യാനിക്കപ്പെടുക വരുന്നുണ്ടായിരുന്നു. അതൊരു വശത്ത്. ഇപ്പോൾ 2015 വരെ എന്ന് ഞാൻ പറയാൻ കാരണം 2015 ആ സമ്മേളനത്തോടുകൂടി VSൻ്റെ പ്രഭാവം, VS സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവായി മാത്രം മാറി. പിന്നെ ആ ഒരു ആശയ സമരമൊന്നുമല്ല. പിന്നീട് നമ്മൾ കാണുന്നത് തെറ്റിതിരുത്തൽ എന്ന പേരിൽ പലതരത്തിലുള്ള രേഖകൾ പീനങ്ങളിലൊക്കെ അവതരിപ്പിക്കപ്പെടുന്നു, പാർട്ടി സമ്മേളനങ്ങളിൽ വരുന്നു, അതോടെ നടപ്പാക്കുമെന്ന് പാർട്ടി സെക്രട്ടറിമാർ, അത് കോടിയേരി ആകട്ടെ ഗോവിന്ദമാഷാകട്ടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ 2015 മുതൽ എന്ന് പറയാൻ കഴിയില്ല, അതിന് മുമ്പേ പ്രശ്നം ഞാൻ പറയുന്നത് ഈ ഗ്ലോബലൈസേഷന് ശേഷം തന്നെ പാർട്ടിയെ ഗ്രസിച്ചിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഈ വലതുപക്ഷവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. മുമ്പത്തെ കേഡർഷിപ്പൊക്കെ മാറി. മുമ്പൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, CPM ആകട്ടെ CPI ആകട്ടെ, അതിൻ്റെ ഒരു പ്രവർത്തനം കാണുമ്പോൾ അയാൾ പാർട്ടി പ്രവർത്തനമാണ്. ഇപ്പോൾ അയാൾ ഏത് പാർട്ടിയാണെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല. അതായത് ഭാവഹാവാദികളിലോ വസ്ത്രധാരണത്തിലോ ഉപയോഗിക്കുന്ന വാഹനത്തിലോ മറ്റുപയോഗിക്കുന്ന വസ്തുക്കളിലോ അദ്ദേഹത്തിനെല്ലാം മൊബൈൽ ഫോൺ കണ്ടാലോ നമുക്കൊരു കോൺഗ്രസ്സുകാരനെ കണ്ടാൽ മനസ്സിലാവില്ല ഇയാൾ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നൊക്കെ ഊഹിക്കാൻ കഴിയുമായിരുന്നു. ഇന്നൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനെയും ഒരു കോൺഗ്രസ്സുകാരനെയും ഒരു BJPക്കാരനെയും തമ്മിൽ കണ്ട ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയില്ല ചില സമയങ്ങളിൽ. കാരണം അത് അവരുടെ ജീവിത രീതി മാറി. മോശമാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, ആ ഒരു ജീവിത രീതി മാറി. ഈ സമയത്താണ് പ്രസിദ്ധമായ പരിപ്പുവട പ്രയോഗം ഉണ്ടാകുന്നത്. യെസ്. അപ്പോൾ ഈ ജീവിത രീതി മാറ്റത്തെയാണ് പാർട്ടി എന്തായി വ്യാഖ്യാനിക്കുന്നത്, ബൂർഷാവൽക്കരണമെന്നും വലതുപക്ഷവൽക്കരണമെന്നും പറയുന്നത്. ഞാനതിൽ തെറ്റോ ശരിയൊന്നും പറയാനൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന പ്രശ്നത്തിലേക്ക് ഈ വ്യാപകമായ
വ്യാപകമായ വിഭാഗീയത വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇത് ഇന്ന് ഈ പാർട്ടി സമ്മേളനം തുടങ്ങിയതല്ല, ഇതിന് തൊട്ട് മുമ്പുള്ള പാർട്ടി സമ്മേളനങ്ങളിൽ ഇതേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ എന്താണ് ആളുകൾക്ക് ഉള്ള വലതുവൽക്കരണം, അധികാരത്തിൻ്റെ ഭാഗമായി മാറുമ്പോഴുള്ള അധികാരപ്രമത്തത, പാർലമെൻ്ററി വ്യാമോഹം എന്നൊക്കെ പാർട്ടി പദാവലികളാൽ വിശേഷിപ്പിക്കപ്പെടുന്ന പ്രശ്നം, ആ പ്രശ്നം മുമ്പുണ്ട്. ഈ പറയുന്ന സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷം അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ്റെ പതനത്തിന് ശേഷം പല ഘട്ടങ്ങളിൽ അത് ഉണ്ടായിട്ടുണ്ട്. പാർട്ടി അത് തിരുത്തിയിട്ടുണ്ട്. പക്ഷെ അത് എങ്ങനെയെന്ന് വെച്ചാൽ അത് മൂടി വയ്ക്കപ്പെടുകയും പകരം അതിന് പകരം വിഭാഗീയത എന്തിലേക്ക് മാറി? ഈ പറയുന്ന ആദർശാത്മകമായ ആശയ സംവാദത്തിലേക്ക് മാറുകയും ആശയപരമായ ഒരു പോരാട്ടത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ചെയ്തത്. ഇപ്പം നമ്മൾ കാണുന്ന പ്രശ്നം എന്നുള്ളത് ഈ പ്രശ്നം നിലനിൽക്കെ തന്നെ ഈ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞാൽ സംസ്ഥാനത്തെ എമ്പാടുമുള്ള വിഭാഗീയതയല്ല നമ്മൾ കാണുന്നത്. ചില പ്രദേശങ്ങളിലാണെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ചില പ്രദേശങ്ങളിലാവുന്നതാണ് പ്രശ്നം. കാരണം സംസ്ഥാനത്തെ എമ്പാടും ഉണ്ടായിരുന്ന വിഭാഗീയത എന്തിൻ്റെ പേരിലാണ്? പ്രായോഗികവാദികളും ആശയവാദികളും തമ്മിലുള്ള ആശയപരമായ പോരാട്ടമാണ്. ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? നമ്മൾ ഈ പാർട്ടി സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ PV അൻവർ ആകാശത്തേക്ക് വെച്ചൊരു വെടിയുണ്ട്. ആ വെടി എന്ത് ചെയ്യും? പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുകയും അത് പാർട്ടി സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരായ വിമർശനമായി ഉന്നയിക്കപ്പെടുകയും ചെയ്യുമെന്നാണ്. കാരണം മുമ്പ് അങ്ങനെ നടക്കുമായിരുന്നു. മുമ്പ് പാർട്ടി സമ്മേളനം നടക്കുക, ഇപ്പോൾ CPMൻ്റെ സർക്കാരാണ്, LDF സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ തന്നെ ഉണ്ടാവും. പാർട്ടി നേതൃത്വത്തിനെതിരെ പാർട്ടി നേതൃത്വത്തിൻ്റെ എന്തെങ്കിലും പിടിപ്പുണ്ടെങ്കിൽ അതും പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യും. അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയയായി പാർട്ടി സമ്മേളനം മാറുമായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയപ്പോൾ അൻവർ വെടി പൊട്ടിച്ചു. പക്ഷേ അത് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിമനോഹരമായി അതിവിദഗ്ധമായി CPM എന്ന പാർട്ടി അൻവറിനെ ടാക്കിൾ ചെയ്തു. അൻവർ പുറത്തു പോയതോടുകൂടി അകത്ത് നിൽക്കുന്ന അൻവറല്ലോ പുറത്തു പോയ അൻവർ എന്താണ് പുറത്താവുന്നതോടുകൂടി എന്തായി? അൻവർ ഉന്നയിച്ച വിഷയങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞു പല വിധത്തിൽ. ഒന്ന്, അൻവർ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് എന്ന് പാർട്ടി അണികളിൽ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു പാർട്ടി നേതാവ്, ലോക്കൽ നേതാവാണ്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട് സന്ദർശിക്കാറുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് അൻവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അറിയാമല്ലോ എന്നാണ്. അപ്പോൾ ഇത് പാർട്ടി അണികളെയും പാർട്ടി പ്രവർത്തകരെയും പഠിപ്പിക്കുക മാത്രമല്ല, അവർ ജനങ്ങളോട് പറയുന്നു അത് തന്നെയാണ്. അൻവർ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്തക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ അൻവർ മറ്റാരുടെയൊക്കെയോ ആയുധങ്ങളാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. അത് പറഞ്ഞ് പഠിപ്പിക്കുന്നതിനപ്പുറം അൻവറിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യും, അൻവർ എന്ന ഭീഷണിയെ ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? കുറേ കൂടി രൂക്ഷമായ സർക്കാർ റിവ്യൂ, പാർട്ടി റിവ്യൂ നടക്കണം. അതിന് പകരം ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? തികച്ചും അധികാര കേന്ദ്രീകൃതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള സംഘടനയാണ് നടക്കുന്നത്. താല്പര്യങ്ങൾ ദൗസാബ് വിശദമായിട്ട് പറഞ്ഞു എങ്ങനെയാണ് അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി സമ്മേളനങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അത് മണ്ണിടുന്നതുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ കരിങ്കൽ കോറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട്, ഏതെങ്കിലും വ്യവസായ സ്ഥാപനത്തിൽ ലൈസൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അങ്ങനെ പല വിധത്തിലുള്ള ഭൗതികമായ നേട്ടങ്ങളോ അല്ലെങ്കിൽ അധികാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ പ്രാദേശികമായിട്ടുള്ള നേതാക്കൾ പരസ്പരം തർക്കം ഉണ്ടാവുകയാണ്. നോക്കുക, കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്ന സ്ഥലമാണ്. ആ കൊല്ലത്താണ് ഈ പറയുന്ന സൂസൻ കോടിയും വസന്തനും തമ്മിലുള്ള തർക്കം ഉണ്ടാകുന്നത്. അപ്പോൾ അത് അവിടെ ലോക്കൽ സമ്മേളനങ്ങളെ നടക്കാതാവുക എന്ന് പറഞ്ഞാൽ പാർട്ടി എത്രമാത്രം വലിയ ഭീഷണിയാണ് നേരിടുന്നത് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ഒരിടത്ത് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഇതിലും രൂക്ഷമാണ് പ്രശ്നങ്ങൾ. പാലക്കാട് ജില്ലയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്. ഏത് ജില്ലയിലാണ് നടക്കാത്തതെന്ന് വെച്ചാൽ മലബാർ മേഖലകളിൽ, ഉദാഹരണത്തിന് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, ഈ ജില്ലകളിൽ ഒരു പക്ഷേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായേക്കില്ല. കാരണം അവിടെ അത് കുറേ കൂടി നേതൃത്വം അധികാരമുഷ്ടി ഉപയോഗിച്ച് അത് നിലയ്ക്ക് നിർത്തുകയും അച്ചടക്കം സ്ഥാപിക്കുകയും ചെയ്യും. പക്ഷെ തെക്കോട്ട് അങ്ങനെയല്ല. തെക്കൻ ജില്ലകളിൽ അത് കുറേ കൂടി എവിഡൻ്റ് ആയിരിക്കും. അത് പാർട്ടിയുടെ ഒരു പാർട്ടിയുടെ അല്ല, ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളുടെയും തെക്കൻ ജില്ലകളിൽ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിൽ എന്താണ് ഈ ഇത്തരം കലാപങ്ങൾ പുറത്തേക്ക് വരും. മലബാറിൽ അങ്ങനെ ഒരു പാർട്ടിയിൽ, ഇപ്പോൾ അത് ലീഗിലാവട്ടെ കോൺഗ്രസിലാവട്ടെ, വളരെ കുറച്ചേ പുറത്തേക്ക് വരാറുള്ളൂ. അത് രണ്ട് രാഷ്ട്രീയ സംസ്കാരമാണ്, തിരുവിതാംകൂറും മലബാറും തമ്മിൽ രാഷ്ട്രീയ സംസ്കാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഈ പ്രശ്നം വളരെ വളരെ ഗൗരവമുള്ളതാണ് CPMനെ സംബന്ധിച്ച്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, സ്വാഭാവികമായി നടക്കേണ്ട പാർട്ടി സർക്കാർ റിവ്യൂ നടക്കില്ല ഈ സമ്മേളനങ്ങളിൽ എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം അത് ലോക്കൽ സമ്മേളനങ്ങളിൽ പോലും വരുന്നില്ല. പകരം ഒരുതരം ഫാറ്റിഗ് ഈ പറയുന്ന പാർട്ടി അണികളിലുണ്ട്. ഒരുതരം മടുപ്പ്, സജീവമല്ലായ്മ, അങ്ങനെ തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള തികച്ചും വ്യക്തി കേന്ദ്രീകൃതവും അധികാര കേന്ദ്രീകൃതവുമായ തർക്കങ്ങളാൽ പാർട്ടി സമ്മേളനം മുടങ്ങുന്ന അവസ്ഥ വരുന്നു. ഇനി ഇത് ലോക്കൽ സമ്മേളനം കഴിഞ്ഞ് ഏരിയ സമ്മേളനങ്ങൾ, ജില്ലാ സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ ഇത് കുറേ കൂടി ഗൗരവമായ രൂപത്തിലേക്കും കുറേ കൂടി അച്ചടക്കത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അത് വരാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഏറ്റവും താഴെ തട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മുകളിലേക്ക് വരുന്നതോറും ഈ പ്രശ്നങ്ങൾ, അതായത് പാർട്ടിയെ റിവ്യൂ ചെയ്യുക, അതുപോലെ സർക്കാരിനെ റിവ്യൂ എന്നുള്ള പണി നടക്കുന്നതിന് പകരം
ഇത്തരത്തിലുള്ള വ്യക്തി കേന്ദ്രീകൃതമായ തർക്കങ്ങളിലേക്ക് വരുന്നത് CPM-നെ സംബന്ധിച്ച് അനഭിലഷണീയമാണ്. അവരെ സംബന്ധിച്ച് ഒരു ക്രൈസിസാണ്, ഒരു റിയൽ ക്രൈസിസാണ്. മുമ്പുണ്ടായിരുന്ന വിഭാഗീയത പരിഹരിക്കുന്ന പോലെ ഇത് പരിഹരിക്കാൻ കഴിയില്ല. ഇനി ഇതിൽ അവസാനം ഈ പാർട്ടി സമ്മേളനങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ പാർട്ടി മറുപടി പറയേണ്ട ഒരൊറ്റ കാര്യം, കഴിഞ്ഞൊരു കുറേ വർഷങ്ങളായിട്ട് എത്രയോ പാർട്ടി സമ്മേളനങ്ങളായിട്ട് നിരന്തരം പറയുന്നൊരു കാര്യമാണ് തെറ്റിതിരുത്തൽ എന്ന് പറയുന്നത്. ആ തെറ്റിതിരുത്തൽ എവിടെ എത്തിയെന്ന് ഗോവിന്ദൻ മാഷ് മറുപടി പറയേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കൊല്ലത്ത് കാണുന്നത്. ഏത് തെറ്റാണ് തിരുത്തിയത്, എവിടെയാണ് തിരുത്തപ്പെടുന്നത് എന്നുള്ളൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അത് സംഘടനാപരമാണെങ്കിൽ, രണ്ടാമത്തെ പ്രശ്നം അൻവർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, അൻവർ സർക്കാരിനെ പറ്റി ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ പാർട്ടിക്ക് ഒരു ടേക്ക് വേണ്ടേ, പാർട്ടിക്ക് ഒരു നിലപാട് വേണമല്ലോ. ഒന്നുകിൽ അൻവർ പറഞ്ഞത് പൂർണ്ണമായും കള്ളങ്ങളാണ്, അയാൾ വ്യാജമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവായി. എന്താണ് പറയുന്നത്? ഒന്ന്, ഒരു CPM സർക്കാരിന് RSS ബന്ധമുണ്ട് എന്ന് സംശയിക്കാവുന്ന ചില സൂചനകൾ, തെളിവുകളാണ് അദ്ദേഹം പുറത്തേക്ക് വയ്ക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസുകൾ പുറത്തു വരുന്നു, തെളിവുകൾ പുറത്തു വരുന്നു. അതേക്കുറിച്ച് സർക്കാർ തന്നെ അന്വേഷിക്കുന്നു. സർക്കാർ അന്വേഷിച്ച അന്വേഷണത്തെക്കുറിച്ച് പാർട്ടി അണികൾക്കൊന്നും ഒരു കൺസേണും ഇല്ല. പകരം അവരെന്താണ് ചെയ്യുന്നത്? ഗ്രൂപ്പ് തിരിഞ്ഞ് തല്ലുകൂടുകയാണ് തെക്കൻ ജില്ലകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എറണാകുളം ജില്ലയിലെ ഒരു ലോക്കൽ സമ്മേളനത്തിൽ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു സഖാവ് ഇന്ന് എന്നോട് പറഞ്ഞതാണ്, എങ്ങനെ നിങ്ങൾ ഈ തർക്കങ്ങൾ പരിഹരിച്ചു? ആ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന് പറഞ്ഞാൽ വീതം വയ്ക്കുക. ഈ വീതം വയ്ക്കുക എന്ന വാക്ക് കോൺഗ്രസ്സിലല്ലാണ്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഗ്രൂപ്പ് അനുസരിച്ച് വീതം വയ്ക്കുക, വീതം വെപ്പാണ് പണമെന്നുണ്ട്. അത് അതിവേഗത്തിലുള്ള ഒരു കോൺഗ്രസ് വൽക്കരണം CPM-ൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറം ഇത്തരം ഗൗരവമുള്ള വിഷയങ്ങൾ, അൻവർ ഉന്നയിച്ചതും പ്രതിപക്ഷം ഉന്നയിച്ചതും മറ്റു പലരും ചൂണ്ടിക്കാട്ടുന്നതുമായ ഗൗരവമുള്ള വിഷയങ്ങൾ പാർട്ടി എങ്ങനെ ചർച്ച ചെയ്യും, പാർട്ടി എവിടെ ചർച്ച ചെയ്യും? അതിൽ ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും നടന്നില്ലെങ്കിൽ പിന്നെ അത് എവിടെ നടക്കുമെന്നാണ് അവർ കരുതുന്നത്? യഥാർത്ഥത്തിൽ അത്തരം ഒന്ന് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര ഒരു ക്രൈസിസ് മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ പാർട്ടി നേരിടുകയാണ്. രണ്ട് കാര്യങ്ങൾക്ക് മറുപടി പറയണം. ഒന്ന്, നിലവിൽ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സർക്കാരും പാർട്ടിയും വിമർശനം നേരിടുന്ന പ്രശ്നങ്ങൾ. രണ്ട്, തെറ്റിതിരുത്തൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നടപ്പാക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് പുരോഗതി ഉണ്ടായി? ഈ സമ്മേളനം കഴിയുമ്പോൾ പാർട്ടി സെക്രട്ടറി അതിന് മറുപടി പറയേണ്ടി വരും.